സഞ്ജു. ഞാൻ അപർണ. ആൻഡ് നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത് AI ബേസ്ഡ് സ്മാർട്ട് എനർജി മീറ്ററാണ്. സോ നമ്മുടെ സ്മാർട്ട് എനർജി മീറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിലവിലുള്ള എനർജി മീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള മാർക്കറ്റിലുള്ള എനർജി മീറ്റേഴ്സ് ഒന്നും സഫീഷ്യൻറ്റ് ഡേറ്റ യൂസറിന് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഇൻ ദ സെൻസ് നമ്മളെ ഒരാളുടെ വീട്ടിൽ വരുന്ന ഇലക്ട്രിസിറ്റി ബില്ല് 2 മാസത്തിലൊരിക്കൽ വരുന്ന ഇലക്ട്രിസിറ്റി ബില്ല് കൊണ്ട് അയാൾ എന്തൊക്കെ തരത്തിലാണ് എനർജി യൂസ് ചെയ്യുന്നത്, എത്രത്തോളം സ്ഥലങ്ങളിൽ എനർജി വേസ്റ്റ് ആവും, ഇതിനെപ്പറ്റിയൊന്നും പ്രോപ്പറായിട്ടൊരു ഡേറ്റ ആ യൂസറിന് കിട്ടുന്നില്ല. സോ നമ്മുടെ AI ബേസ്ഡ് സ്മാർട്ട് എനർജി മീറ്റർ ഉദ്ദേശിക്കുന്നത് ആ യൂസറിന് അയാളുടെ യൂസേജ് പാറ്റേൺ അല്ലെങ്കിൽ എവിടെയാണ് ഏത് ഡിവൈസാണ് അധിക നേരം ഓണാക്കി ഇട്ടേക്കുന്നത് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക, അലേർട്ട് സിസ്റ്റം കൊടുക്കുക, അയാളുടെ യൂസേജ് പാറ്റേൺ അനലൈസ് ചെയ്ത് AI ആൽഗോരിതംസ് വെച്ചിട്ട് അയാളുടെ യൂസേജ് പാറ്റേൺ അനലൈസ് ചെയ്തിട്ട് അയാൾക്ക് അലേർട്ട്സ് കൊടുക്കുക, അതിനെപ്പറ്റി ഒരു ഇൻസൈറ്റ് കൊടുക്കുക, എങ്ങനെ നമുക്ക് നമ്മുടെ എനർജി സേവ് ചെയ്യാം, എങ്ങനെ നമുക്ക് നമ്മുടെ നല്ലൊരു എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സസ്റ്റൈനബിൾ ആയിട്ട് നമുക്ക് എനർജി യൂസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയൊരു ഇൻസൈറ്റ് കൊടുക്കുക. അതാണ് നമ്മുടെ AI ബേസ്ഡ് സ്മാർട്ട് എനർജി മീറ്റർ മെയിൻലി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മുടെ സ്മാർട്ട് എനർജി മീറ്ററിന് 2 പാർട്ടാണുള്ളത്. ഒന്ന് ഹാർഡ്വെയർ, ഒന്ന് സോഫ്റ്റ്വെയർ. ഇപ്പോൾ നമ്മൾ ഹാർഡ്വെയറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പോണൻസ് എന്ന് പറയുകയാണെങ്കിൽ വോൾട്ടേജ് സെൻസർ, കറണ്ട് സെൻസർ, പിന്നെ ESP32 വൈഫൈ മൊഡ്യൂൾ. നമുക്കറിയാം കറണ്ട് സെൻസർ, വോൾട്ടേജ് സെൻസർ യൂസ് ചെയ്ത് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തിട്ട് അത് നമ്മൾ മൈക്രോ കൺട്രോളിലേക്ക് കൊടുക്കുന്നു. ആ മൈക്രോ കൺട്രോൾ ത്രൂ നമ്മൾ അത് ക്ലൗഡിലേക്ക് കൊടുക്കുന്നു. അത് നെക്സ്റ്റ് പാർട്ട് വരുന്നത് സോഫ്റ്റ്വെയർ പാർട്ടാണ്. ആൻഡ് സോഫ്റ്റ്വെയർ പാർട്ടിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഹാർഡ്വെയറിൽ നിന്ന് കിട്ടുന്ന റിയൽ ടൈം ഡേറ്റ നമ്മൾ ESP32 വൈഫൈ മോഡ്യൂൾ വഴി നമ്മൾ ക്ലൗഡിലേക്ക് സെൻഡ് ചെയ്യും. എന്നിട്ട് സോഫ്റ്റ്വെയർ പാർട്ടിലാണ് ബാക്കിയുള്ള AI ആൽഗോരിതംസും ബാക്കി കാൽക്കുലേഷൻസ് കാര്യങ്ങളെല്ലാം വരുന്നത് സോഫ്റ്റ്വെയർ പാർട്ടിലാണ്. അപ്പോൾ ഈ ഡേറ്റ നമ്മൾ സോഫ്റ്റ്വെയർ പാർട്ടിലേക്ക് അക്സെപ്റ്റ് ചെയ്യും. ആൻഡ് സോഫ്റ്റ്വെയർ പാർട്ടാണ് ചെയ്യുന്നത്, ഒരു UI ഇൻ്റർഫേസ് ഉണ്ട്. ആ ഇൻ്റർഫേസിൽ നമുക്ക് റിയൽ ടൈം ഡേറ്റ കാണാൻ പറ്റും, നമുക്കൊരു ഡെയിലി ലിമിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം എനർജി യൂസേജിൻ്റെ ഇത്ര കിലോവാട്ട് അവർ മാത്രമേ പറ്റുള്ളൂ ലിമിറ്റ് സെറ്റ് ചെയ്ത് വെച്ചാൽ അത് കഴിഞ്ഞ് നമ്മൾ എനർജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അലേർട്ട് വരും, നിങ്ങളുടെ ഡെയിലി ലിമിറ്റ് കഴിഞ്ഞു, സെറ്റ് ചെയ്ത് കഴിഞ്ഞു, സോ എനർജി യൂസേജൊക്കെ നിങ്ങൾക്ക് കുറയ്ക്കാം എന്നുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഇതിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഓരോ ഡിവൈസിനെയും ഇൻഡിവിജ്വലി മോണിറ്റർ ചെയ്യാൻ കഴിയും. ഇപ്പം സ്മാർട്ട് ഹോംസ് ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ സ്മാർട്ട് പ്ലഗ്സ് യൂസ് ചെയ്തിട്ട് ഓരോ ഡിവൈസും നമുക്ക് ഇൻഡിവിജ്വലി റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഭയങ്കര എനർജി യൂസ് ചെയ്യണ ഹീറ്റേഴ്സ് അല്ലെങ്കിൽ ഫ്രിഡ്ജ് പോലത്തെ വലിയ ഡിവൈസസിനൊക്കെ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അത് ഓൺ ആയിട്ടാണോ കിടക്കുന്നത്, ഒരു ലിമിറ്റിൽ കൂടുതൽ ടൈമിൽ ഒരു പീരിയഡ് ഓഫ് ടൈമിൽ കൂടുതലാണ് അത് ഓണായി കിടക്കുന്നതെങ്കിൽ നമുക്ക് അലേർട്ട് വരും, നിങ്ങളുടെ ഹീറ്റർ വെറുതെ ഓണായി കിടക്കുകയാണ്, യു ഷുഡ് സ്വിച്ച് ഓഫ് അങ്ങനെ. ആൻഡ് വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് അലേർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ പാർട്ടിൽ തന്നെ ഇതേപോലെ എന്ത് ടൈപ്പ് ഒരു ഫോൾട്ട്, ഇപ്പം ഒരു ഓവർ കറണ്ട് വരുന്നു നമ്മുടെ സർക്യൂട്ടിൽ, അതിനെപ്പറ്റി ഒരു അലേർട്ട് കൊടുക്കുന്നു. പിന്നെ ഏതെങ്കിലും ഡിവൈസ് ഓൺ ആണെങ്കിൽ ഓഫ് ആണെങ്കിൽ അതിനെപ്പറ്റി അലേർട്ട് കൊടുക്കുന്നു. അങ്ങനെ പല പല അലേർട്ട് സിസ്റ്റങ്ങൾ നമ്മൾ അതിൽ തന്നെ കൊടുക്കും. ഇപ്പം നമ്മുടെ മന്ത്ലി ഇലക്ട്രിസിറ്റി ബില്ല് അനലൈസ് ചെയ്യണൊരു ഫീച്ചറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കഴിഞ്ഞ മാസത്തിൽ നിന്ന് ഈ മാസം ഇത്രയും രൂപ നമ്മൾ സേവ് ചെയ്തു, അപ്പോൾ ക്രെഡിറ്റ് ചെയ്യൂ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു അലേർട്ട് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ചിയറപ്പാണ് ഒരു ഫീച്ചർ വരെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ കേരളം ഇപ്പോൾ മെയിൻ ഫേസ് ചെയ്യണ ഇഷ്യൂ എന്ന് പറയുന്നത് എനർജി ക്രൈസിസ് ആണ്. അപ്പോൾ നമ്മുടെ സ്മാർട്ട് എനർജി മീറ്റർ എല്ലാ വീട്ടിലും ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ നമ്മുടെ എനർജി കൺസംഷൻ കുറയ്ക്കാൻ പറ്റും. സോ നമുക്ക് മണി സേവ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം നമ്മുടെ കറണ്ടൊക്കെ നമ്മൾ പുറത്തുനിന്നാണ് വാങ്ങിക്കണേന്നൊക്കെ. സോ നമ്മൾ ഈ സ്മാർട്ട് എനർജി മീറ്റർ എല്ലാ വീട്ടിലും നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ സോ നിലവിലുള്ള നമ്മുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നിലവിലുള്ള നമ്മുടെ വീടുകളിൽ ഇപ്പോൾ KCB മീറ്ററാണ് നിൽക്കുന്നത്. അതിന് ഇൻഡിവിജ്വലി ഒരാൾ വന്ന് ഡേറ്റ എടുക്കേണ്ട ആവശ്യകതയുണ്ട്. സ്മാർട്ട് എനർജി മീറ്ററിലേക്കാണ് നമ്മുടെ കേരളത്തിലെ എല്ലാ എനർജി മീറ്റേഴ്സും ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വീട്ടിൽ വന്ന് ഒരാൾ വന്ന് മീറ്റർ റീഡ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് അതിൽ നിന്ന് തന്നെ ഓട്ടോമാറ്റിക്കലി ഡേറ്റ നമുക്ക് അതിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ ഐഡിയ ഫോർ ഐഡിയാത്തോൺ 2024.